പിന്നെ നമ്മൾ വണ്ടി എടുത്തില്ല, അതിന്റെ തലേ ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ നമ്മൾ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പട്ടാമ്പി പോകാനാട്ടോ പുറപ്പെട്ട് നിൽക്കുന്നത്. നമുക്ക് നാളത്തെ എക്സൈറ്റ്മെന്റ്, അതായത് വണ്ടി എടുക്കണതിന്റെ എക്സൈറ്റ്മെന്റ് ആണ് കേട്ടോ കൂടുതൽ. അങ്ങനെ പുറപ്പെട്ട് ഇറങ്ങിയപ്പോൾ നമ്മുടെ തേച്ചപ്പിന് ഭയങ്കര കൺഫ്യൂഷൻ, സ്കൂട്ടിമേ പോകണോ ബൈക്കുമേ പോകണോ എന്ന്. അവസാനം നമ്മൾ ബൈക്ക് എടുത്തിട്ടാട്ടോ പോയത്. കുറേ ദിവസമായിട്ടോ ബൈക്ക് എടുത്ത് പോയിട്ട് ഇന്ന് സ്കൂട്ടിമേല പോവാറ്. അപ്പോൾ നമ്മൾ ആദ്യം വന്നത് ജ്വല്ലറിക്കാട്ടോ, നമ്മുടെ പട്ടാമ്പി ഫാഷനിലേക്ക്. കാരണം നമ്മുടെ കുഞ്ഞിച്ചക്കന്റെ 56 നടത്താറായിട്ടുണ്ടല്ലോ. അപ്പോൾ ഉണ്ണിക്ക് എടുക്കാൻ നമ്മൾ കഴിച്ചേ എടുക്കാന്നാട്ടോ പ്ലാൻ ചെയ്യണത്. അപ്പോൾ അത് നോക്കാൻ വന്നതാണ്. പിന്നെ വിൻഷന്റെ വെള്ളിയുടെ മാലയാട്ടോ തേജു കഴുത്ത് കൂടെ ഇട്ടിരിക്കുന്നത്. അതിന്റെ കുളത്തിനൊരു കംപ്ലൈന്റ് ഉണ്ട്, അപ്പൊ അതും കൂടി വാങ്ങണം കേട്ടോ. അങ്ങനെ അതും വാങ്ങി നമ്മുടെ കുഞ്ഞിച്ചക്കനുള്ള കഴിച്ചേനും വാങ്ങിയിട്ട് നമ്മളിത് നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ടാ. പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത്, ഞാൻ പറഞ്ഞല്ലോ വണ്ടി എടുക്കണതിന്റെ തലേ ദിവസമാണ്. അപ്പൊ പിറ്റേ ദിവസത്തേക്ക് എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു കേട്ടോ. അതായത് കുറച്ച് പൊട്ടും കാര്യങ്ങളൊക്കെ. എൻ്റെ അകത്ത് പൊട്ടൊക്കെ ഒരു കുഞ്ഞ് ബ്ലാക്ക് പൊട്ട് എപ്പോഴും ഇരിക്കുന്നുള്ളൂ. അപ്പൊ ഞാൻ കുറച്ച് പൊട്ടിന്റെ കളക്ഷനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ തേജുവിന് ഇതൊരു ഷൂ വാങ്ങിയിട്ടോ. അത് ഈ ഒരു ടൈപ്പ് ഷൂ ആയിരുന്നു തേജുവിന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ബ്ലാക്ക് കോസ്റ്റ്യൂമല്ലോ, അപ്പൊ അതിലേക്ക് കുറച്ച് സ്യൂട്ട് ആവണ രീതിയിലുള്ളതായിട്ട് വാങ്ങിയത്. അങ്ങനെ എനിക്ക് വാങ്ങിയ സാധനങ്ങളും തേജുവിന് വാങ്ങിയ സാധനങ്ങളും എല്ലാം കൂടി വാങ്ങിയിട്ട് നമ്മൾ നേരെ ഇറങ്ങാനായിട്ട് നോക്കുന്നത്. ഇനി അവിടെ നിന്ന് കഴിഞ്ഞാൽ തേജുവിന് ആവശ്യങ്ങൾ കൂടും. അപ്പൊ പിന്നെ പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ തേജുവിന്റെ മുടി ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി പോയതാട്ടോ. അപ്പൊ അവിടെ ജിഷ്ണാട്ട് എത്തിയിട്ടുണ്ടായിരുന്നു, ജിത്തുട്ടായിരുന്നു വരുന്നുണ്ട് കുറച്ച് കഴിഞ്ഞാൽ. അങ്ങനെ അവരുടെ അടുത്ത് കുറച്ച് നേരം വർത്താനൊക്കെ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നുണ്ട്. തേജുവിന്റെ ഹെയർ കട്ട് ഇത് അവിടെ സെറ്റായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്രാവശ്യം വരയും കുറെ നായും എന്തൊക്കെയോ തലയിൽ വരച്ച് കൂട്ടിയിട്ടുണ്ട് കേട്ടോ തേജുവിന്റെ. നാളെ വണ്ടി ഇറക്കുമ്പോൾ വണ്ടിയേക്കാൻ കൂടുതൽ തേജുവിനെ ശ്രദ്ധിക്കണം എന്നും പറഞ്ഞിട്ടാണ് കേട്ടോ ഈ തലയിൽ ഈ കൊത്തുവരകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കുട്ടിയുടെ ആഗ്രഹം പോലെ തന്നെ എല്ലാം റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ജിഷ്ണാട്ടിന്റെ അടുത്ത് പറയുന്നത് നാളെ വണ്ടി ഇറക്കുമ്പോൾ ജിഷ്ണാട്ടിനോട് അവിടെ വരണം എന്നൊക്കെയായിട്ട് പറയണത്. പക്ഷേ ജിഷ്ണാട്ടിന് വർക്കുള്ള കാരണം വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ജിത്തുട്ടേട്ടൻ വരുമ്പോൾ എനിക്ക് കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഓഫീസിൽ. അപ്പൊ അത് കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മളത് ഇറങ്ങാൻ നിൽക്കുക കേട്ടോ. അപ്പൊ തേജുവിന്റെ മുടി ഫുള്ള് ഇങ്ങനെ തട്ടിക്കുടഞ്ഞ് വൃത്തിയാക്കി എല്ലാം ചെയ്ത് കൊടുത്തു കേട്ടോ. പിന്നെ തേജു മുടി ബാക്കത്തെ എല്ലാവരുടെ അടുത്ത് സ്റ്റൈല് കാട്ടിക്കൊണ്ടിരിക്കട്ടോ. നോണ് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ വെജിറ്റേറിയൻ ഹോട്ടലിലായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. തേജുവിന് നെയ്റോസ്റ്റാ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനും മിൻഷേട്ടനും നമ്മുടെ എന്താ പറയുക റൈസ് ഇല്ലേ, ഫ്രൈഡ് റൈസും ചില്ലി ഗോപി ആയിട്ടാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ തേജുവിന് പിന്നെ അതിൽ ഉഴുന്നുവട ഉണ്ടായിരുന്നു കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമായിട്ട് ഉഴുന്നുവട സാമ്പാറിലൊക്കെ മുക്കി കഴിക്കാൻ. പിന്നെ ഞങ്ങളും കഴിക്കായിരുന്നു കേട്ടോ. പിന്നെ ചില്ലി ഗോപിയും പിന്നെ അതുപോലെ സോസും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം കൂട്ടിയിട്ട് നല്ലൊരു പിടി പിടിച്ചിട്ടുണ്ടായിരുന്നു. നല്ല വിശക്കണ കാരണമായിട്ടാ റൈസ് പറഞ്ഞത്. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തായാലും ദോശനെ കഴിക്കണ്ടായിരുന്നല്ലോ. പിന്നെ ഇതൊരു കാപ്പിയും കുടിച്ചു കേട്ടോ. കഴിഞ്ഞ് നമ്മൾ നേരത്തെ വീട്ടിലേക്കായിട്ട് പോയത്. വീട്ടിലേക്ക് പോകുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. കാരണം പിറ്റേ ദിവസം വണ്ടി ഇറക്കൂല, അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് കുറച്ച് കൂടുതലുണ്ട്. പിന്നെ കമന്റ് ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദി കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാവേ, ബൈ.